അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് തന്നെ പോവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡി ആവുകയാണ് കേട്ടോ. ആദ്യം മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി നിർത്തിയെങ്കിലും പിന്നീട് അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി ഒരു നോർമൽ കോസ്റ്റ്യൂമിലേക്കൊക്കെ മാറ്റി. ഇപ്പോൾ അവൻ്റെ പരാതി എന്താണെന്നറിയോ, ഞാൻ മാത്രം മൈക്ക് ഉപയോഗിക്കുന്നു, അവന് മൈക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് കേട്ടോ. അതിനിടയ്ക്ക് മമ്മിയും പപ്പയൊക്കെ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. ഞാൻ പോയി പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വരാം. ആദ്യോട് ഞാൻ യു ലുക്ക് പ്രിറ്റി എന്ന് പറഞ്ഞതിന് അവൻ എന്നെ തിരുത്തി തരുവാണ് കേട്ടോ. പ്രിറ്റി എന്ന് പറഞ്ഞാൽ ഗേൾസിനാണ്, ഹാൻസം എന്നൊക്കെ പറയണമെന്നും പറഞ്ഞ്. അങ്ങനെ ഒരുക്ക പരിപാടികളൊക്കെ തുടങ്ങി. സച്ചു പിന്നെ പറയണ്ടല്ലോ, എപ്പോഴെങ്കിലും ട്രഡീഷണൽ ഇടുവാണെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വേണം അവൾക്ക് റെഡിയാവാൻ. അതുകൊണ്ട് എല്ലാവരും കൂടെയൊക്കെ റെഡിയായി വന്നപ്പോൾ ഈ 6 മണി എന്ന് പറഞ്ഞ പരിപാടിയൊന്നും നടന്നില്ല. ഇറങ്ങി വന്നപ്പോൾ ഏകദേശം 7 മണിയായി. പിന്നെ ഇറങ്ങിയിട്ട് അതുവഴി പോയി അങ്ങ് മേളിലെത്തുമ്പോഴേക്കും നമുക്ക് അന്നദാനം കഴിക്കണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടല്ലോ, അതൊന്നും നടന്നില്ല കേട്ടോ. എല്ലാവരും കൂടി റെഡിയായി കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഏകദേശം 7 മണിയായി. പിന്നെ നമ്മളിലുള്ള ഹോട്ടലിൽ നിന്ന് നേരെ തിരുപ്പതി താഴെ സപ്തഗിരി പോയിന്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ചെക്കിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ്, അത് വണ്ടിയും നമ്മൾ വരുന്ന നമ്മളെല്ലാവരെയൊക്കെ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ മുകളിലെത്തി നേരെ 9 മണിക്ക് തന്നെ ദർശനം കയറി കേട്ടോ. ഏകദേശം 2 മണിയായി ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് താഴേക്ക് ഇറങ്ങാൻ നേരത്താണ് അവർ പറഞ്ഞത് 3 മണി വരെ താഴേക്ക് അലോഡ് അല്ലാന്ന്. അങ്ങനെ 3 മണി വരെ വെയിറ്റ് ചെയ്ത് പിന്നെ റൂമിലെത്തിയപ്പോഴേക്കും ഏകദേശം 5 മണിയായി കേട്ടോ ഉറങ്ങിയപ്പോൾ.